ബസ് കുറെ എണ്ണം പോകുന്നുണ്ട്, എന്തെങ്കിലും നോക്കുന്നുണ്ടോ? தெரியாதண்ணே தெரியாது ഒന്നുമേ தெரியாது. ഇതിപ്പോ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബസ് വിളിച്ച് പോകുന്ന പ്രതീതിയാണ്. നോക്കൂ, പുറകിലെ സീറ്റിലൊന്നും വേറെ ഒരാളുമില്ല. ഫൈനലി കന്യാകുമാരി എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ബസ് കന്യാകുമാരി ബീച്ച് വരെ. ഗൈസ്, അപ്പൊ ഞങ്ങക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബീച്ചല്ലേ, ഇതിന്റെ അഡ്രസ് വരുന്ന ബീച്ച് സൈഡാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് നാഗർകോവിലാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഔട്ടറിലാട്ടോ, അതായത് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഇവിടെ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ബസ്സുകൾ അവൈലബിൾ ആണ്. 11K എന്ന് പറയുന്ന നമ്പറുള്ള ബസ്സുകൾ നോക്കിയാൽ മതി. ഇതല്ല ഗൈസ്. പിന്നെ അതേപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയല്ലേ, ഈ ഒരു മാർച്ച് അല്ലെങ്കിൽ മാർച്ച് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ഒക്കെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, മഴമേഘങ്ങളാണ് മുകളിൽ കാണുന്നതൊക്കെ. കംപ്ലീറ്റ് മഴമേഘങ്ങളും ഒരു മഴക്കാലത്ത് ഉള്ള ഒരു രാവിലെ ഉണ്ടല്ലോ, ആ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് എന്തായാലും അടിപൊളിയാണ്. കട്ട മഴ പെയ്താലും പണി വാളും, പക്ഷെ മഴ ഇല്ല, എന്നാലും നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ ചൂടത്ത് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് ഉള്ളത് പറയാലോ. ഒരു കിടലിന് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബസ് കുറെ എണ്ണം പോകുന്നുണ്ട്, എന്തെങ്കിലും നോക്കുന്നുണ്ടോ? தெரியாதண்ணே தெரியாது ഒന്നുമേ தெரியாது. അങ്ങനെ ലാസ്റ്റ് ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പ്രീമിയം ബസ്സാണെന്ന് തോന്നുന്നു. പൈസ ഉണ്ടാവുമോ, കത്തിയായിരിക്കും മിക്കവാറും. ചേട്ടാ, ടിക്കറ്റ് എത്ര കന്യാകുമാരി? ഒരാൾക്ക് 35. 70 രൂപ അല്ലേ? സാധാരണ നോർമൽ ബസ്സിന് എത്ര ടിക്കറ്റ് വരുന്നത്? 20 രൂപ അല്ലേ? 15 രൂപ എക്സ്ട്രാ വരും അല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് അവസാനം ഒരു ബസ് കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബസ് വിളിച്ച് പോകുന്ന പ്രതീതിയാണ്. നോക്കൂ, പുറകിലെ സീറ്റിലൊന്നും വേറെ ഒരാളുമില്ല. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, പിന്നെ ഞാന്, വികാസ്, കണ്ടക്ടറും ഞങ്ങൾ ബസ് വിളിച്ച് പോകുന്ന അവസ്ഥയായിരിക്കും കഴിഞ്ഞു. ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോ ഇങ്ങോട്ട് വരുന്ന ആളുകൾ, കന്യാകുമാരിക്ക് ഞങ്ങൾ ഈ വന്ന ട്രെയിനിൽ വരുന്ന ആളുകൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നേരെ നാഗർകോവിൽ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങുക. അവിടെ നിന്നും നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ 115 എന്ന് പറയുന്ന നമ്പറിലൊക്കെ ബസ് ഉണ്ടാവും. അത് പിടിച്ച് നേരെ കന്യാകുമാരിയിലേക്ക് പോവാം. ഫൈനലി കന്യാകുമാരി എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ബസ് കന്യാകുമാരി ബീച്ച് വരെ പോകുന്നുണ്ട്. ബീച്ച് സൈഡിലായിരിക്കും റൂമുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബീച്ച് സൈഡിലെ വരെ പോവാണ്. ചേട്ടാ, ബീച്ച് സൈഡിൽ ലോക്കൽ ലോഡ്ജ് ഒക്കെ കിട്ടുമോ? ലോക്കൽ ലോഡ്ജ് ഉണ്ടാവും. 500 രൂപയൊക്കെ റൂം കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇതെന്താ ഈ ബസ് ഇങ്ങനെ കാലിയായി കിടക്കുന്നേ? ഇത് രാമേശ്വരത്തെ പോകുന്ന വണ്ടിയാ? അതാണല്ലേ. നിങ്ങൾ അവിടുന്ന് എടുത്തു വരെ, രാവിലെ എടുത്തു വരായിരിക്കും അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഗുഡൻസ്. ഞങ്ങൾ പറഞ്ഞ കുറെ എന്താ ഇതിനകത്ത് ആരും കേറാത്തന്നില്ലേ?
അപ്പൊ ഇവര് ഹോൾട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും കന്യാകുമാരിക്ക് എടുത്തു വരുന്ന വഴിക്ക് ഞങ്ങള് എന്താ പറയുക ഞങ്ങൾ കൈ കാണിച്ചുകൊണ്ട് കയറിയതാണ് സംഭവം. ഇത് ആക്ച്വലി കന്യാകുമാരി നിന്നും രാമേശ്വരത്തേക്ക് പോകുന്ന ബസ്സാണ്. അപ്പൊ കന്യാകുമാരി നിന്ന് ബസ് ഫുള്ളാവുന്നാണ് അവർ പറയുന്നത്. എന്ത് പറയാനാണല്ലേ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോലും വികാസേ. ഒരു ബസ്സാണ്, ഒരു ബസ് കാലി, ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു പോവാ. ഇതാ കന്യാകുമാരി എത്താനായിട്ടോ, കുറച്ച് ദൂരം കൂടിയുള്ളൂ. ഇത് ബീച്ചിലേക്കുള്ള റോഡാണ്. കന്യാകുമാരിയാണ് എക്സാക്ട്. ഇപ്പൊ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഞാൻ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് എൻഡ് പോയിന്റ് ആണ്. അവിടെ നമുക്ക് റൂം എടുക്കണം. ഇനി റൂമിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ എങ്ങനെയാണ് റൂം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങള് പോയി നോക്കട്ടെ ഞങ്ങൾ എടുക്കുന്ന എങ്ങനത്തെ റൂമാണുള്ളത്. എവിടെയാ? അവിടെയാ. ഓക്കെ. ഗൈസ്, അപ്പോ ഞങ്ങക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബീച്ചല്ലേ ഇത്? അഡ്രസ് വരുന്ന ബീച്ച് സൈഡാ? കോവളം റോഡ് അല്ലേ? എവിടെ? ഓപ്പോസിറ്റ്, ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് അല്ലേ? ഹോട്ടലിന്റെ പേരെന്താ വരുന്നത്? ഹോട്ടൽ പാലസ് പോൾസ് അല്ലേ? അപ്പൊ ഹോട്ടൽ പോൾസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ നമ്മള് ഒരു ഡബിൾ റൂം ആണ് എടുത്തിട്ടുള്ളത്. റൂമിന്റെ റേറ്റ് 24 hours 700 അല്ലേ ഏട്ടാ? പറയോ? ഓക്കെ, 700 രൂപക്കാണ് അവർ തന്നിട്ടുള്ളത്. 850 rupees വരും. ശരി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ ഒരു എക്സ്ട്രാ ടൈം എടുക്കുകയാണെങ്കിൽ ചെറിയ ക്ലോക്ക് റൂം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാഗൊക്കെ ഒക്കെ എക്സ്ട്രാ ക്ലോക്ക് റൂം ഉണ്ടാവൂലേ? ബാഗ് ഇവിടെ വെച്ച് പോകാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കന്യാകുമാരിയിൽ വന്നിട്ട് റൂം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്പോൾ ഈ റൂം വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. ഞാൻ നേരത്തെ പോയി നോക്കിയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് കാണിച്ചു തരാം. നമ്മുടെ കോവളം റോഡിൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് പോൾസ് ഹോട്ടൽ പോൾസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 750 രൂപ 700 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് റൂം കിട്ടും. ഒന്നും കൂടെ പേശി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ക്യാമറയും കൊണ്ട് പിടിച്ചെടുക്കുന്നതിനെ കൊണ്ടാണ് അവർ റേറ്റ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ പിടിച്ചിട്ട് അത് കുറപ്പിക്കും, അത് വേറെ കാര്യം. ഒരു 600-നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഇവിടെ ഒന്ന് പേശി സംസാരിച്ച് പറയുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഇവിടെ നോർമലി റേറ്റ് ഒക്കെ തന്നെയാണ്. ഒരുവിധ ഹോട്ടലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. 800 850. ഏറ്റവും കുറഞ്ഞത് 600 650 ആണ് പറയുന്നത്. വളരെ ലോക്കലാണ്. ഒരു നോർമൽ വൃത്തിയും കാര്യങ്ങളുള്ള റൂമിന് ഇവിടെ 800 700 റേഞ്ചിലാണ് ഉള്ളത്. ഡബിൾ റൂമിന്റെ കാര്യമാട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി റൂമിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങളാകും. ഒരു ചെറിയ റൂം ടൂർ. ഓക്കെ, നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മുടെ റൂം കുറച്ച് ഇങ്ങോട്ടേക്കാണ്. ഇതാ 106 106. തുറന്നു നോക്കുന്നു. അന്നേ മര്യാദ തിരിക്കണേ. അന്നേ മെക്കാനിക്കൽ പഠിക്കണം അന്നേ. അപ്പോ ഇതാണ് നമ്മുടെ റൂമിന്റെ ഉൾവശമൊക്കെ വരുന്നത്. വലിയ മോശമില്ലാത്തൊരു സെറ്റപ്പാണ്. അപ്പോൾ റൂം കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് ഇവര്. ഒരു ഫാൻ ഉണ്ട്. TV കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു സോഫ സെറ്റ് പോലുള്ള ഒരു സംഭവം, പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്, ഒരു കണ്ണാടി, ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ബാത്റൂമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ ബാത്റൂം ഒരു സാധാ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. യൂറോപ്യൻ അല്ല കേട്ടോ. ഇനി യൂറോപ്യൻ ഉള്ളത് ഇവിടെ മുകളിലുണ്ട്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്നത് കൊണ്ട് കുറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ കൊണ്ടാട്ടോ. നമുക്ക് ഇതൊക്കെ മതി തൽക്കാലത്തേക്ക്. ഇന്നൊരൊറ്റ രാത്രി കിടന്നുറങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്നത് കിടന്നാൽ ഫുൾ ടൈം ഉറങ്ങാനൊന്നും പോകുന്നില്ല. ഇപ്പൊ തൊട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ അതാ ബാഗൊക്കെ നമുക്ക് തൽക്കാലം ഇവിടേക്ക് വെച്ച് ഒരു അരമണിക്കൂറൊന്ന് കിടന്നുറങ്ങണം. യാത്രാക്ഷീണം ഒന്ന് മാറ്റണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള, അതായത് നാഗർകോവിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, ബസ്സിൽ എങ്ങനെ ഇവിടെ എത്താമെന്നും അതേപോലെ തന്നെ റൂം എങ്ങനെ കണ്ടുപിടിക്കാം, റൂം ഏകദേശം എത്ര റേറ്റ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സൈനിങ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് 3, അതായത് പാർട്ട് 3 ഉടനെ വരുന്നുണ്ട്. അതിലാണ് നമ്മുടെ സൈറ്റ് സീയിങ് വരാൻ പോകുന്നത്. കന്യാകുമാരി ഫുൾ എക്സ്പ്ലോർ ആണ്. അപ്പോൾ പോയി വരാം. ബൈ.